ഹലോ. ഇപ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സീസണാണല്ലേ? അപ്പോൾ ഈ സീസണിലുള്ള വേറൊരു ഐറ്റം കണ്ടാലോ? ഇതാണ് ഐറ്റം, നമ്മുടെ കുടംപുളി. നമ്മൾ മീൻകറിക്കൊക്കെ ഇടുന്ന പുളിയില്ലേ, അത് തന്നെ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടേ ഉള്ളതാണ് ഈ മരം ഇവിടെ. ഇത് മാത്രമല്ലായിരുന്നു, ഒരു മരം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ. പക്ഷേ അത് മറ്റൊരു വീടിൻ്റെ മുകളിലോട്ടായതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ നിൽക്കാണ്ട് നമ്മളത് മുറിച്ച് കളഞ്ഞു കേട്ടോ. ഇത്ര വലിയ മരം ആയതുകൊണ്ട് തന്നെ ഇതിൽ കയറി നമ്മൾ പുളി പറിക്കാറില്ല. കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇതുപോലെ വീണ് കിടക്കുന്നത് നമ്മൾ പോയി പറക്കാറേ ഉള്ളൂ കേട്ടോ. നല്ല ഫ്രഷായിട്ട് വീഴുന്ന പുളിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം നമുക്ക് പൊട്ടിച്ച് കഴിക്കാം കേട്ടോ. അതിനും ഒരു പുളിരസമൊക്കെ തന്നെയാണ്. ആളെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആൾ നല്ല കോസ്റ്റ്ലി ആട്ടോ വാങ്ങിക്കാൻ പോകുമ്പോൾ. പണ്ടിത് പറക്കാൻ പോകുമ്പോൾ കൂട്ടിന് കുറേ ആൾക്കാരും ഉണ്ടാവും. എല്ലാവരും കൂടി ഇത് പറക്കി അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ കഴിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടായിരുന്നു തിരിച്ചു വരുന്നത്. അന്നൊക്കെ കുറേ പുളി കിട്ടുമായിരുന്നു. കുറേ കൊല്ലമായ മരമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ പുളിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ പറക്കിയെടുത്ത് കഴുകി അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ ഈ സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അടുപ്പിൻ്റെ മുകളിലിട്ട് ഇത് കുറേ നാൾ ചൂടാക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് വളരെ ചെറുതായിട്ട് അങ്ങ് ചുരുങ്ങുകയൊക്കെ ചെയ്യും. പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അടുപ്പിൻ്റെ മുകളിൽ ഇതിന് ഉണങ്ങാനുള്ള ഒരു സെറ്റപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഉണങ്ങി സൂക്ഷിച്ചാൽ കുറേ വർഷം ഇരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പുളിയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ മീൻകറിയിൽ ഇടാൻ മാത്രമല്ല, ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.